ഹലോ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈസ്കൂൾ ലെവൽ വരെ ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ എങ്ങനെ പ്ലസ് ടുവിൽ സ്കൂൾ ടോപ്പറായി. അത് കഴിഞ്ഞ് ഞാൻ CA എടുത്തു. CAയിൽ ആദ്യത്തെ 2 കടമ്പകൾ ഈസി ആയിട്ട് കടന്നു. ഫൈനൽ ലെവലിൽ ഞാൻ എങ്ങനെ ക്വിറ്റ് ചെയ്തു. ഈ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളും അതുപോലെ ഒരു ആവറേജ് അല്ലെ ബിലോ ആവറേജ് ആയ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ പഠനത്തിൽ മുന്നോട്ട് വരാമെന്നും അതുപോലെ ഏതൊരു വ്യക്തിക്കും അവരുടെ ജീവിതത്തിൽ എങ്ങനെ സക്സസ് ആവാമെന്നും ആണ് ഞാൻ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത്. എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കാണണം. കാരണം ഈ വീഡിയോയുടെ അവസാനമാണ് ഏതൊരു പ്രായത്തിലുള്ള ആൾക്കാർക്കും എങ്ങനെ ഈസി ആയിട്ട് വലിയ പണികളൊന്നും ഇല്ലാതെ സക്സസ് ആവാം എന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. കാര്യത്തിലേക്ക് കടക്കും മുന്നേ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യാണ്. ഞാനൊരു മിഡിൽ ക്ലാസ് ഫാമിലിയിലാണ് ജനിച്ചത്. അച്ഛൻ, അമ്മ, 2 സഹോദരങ്ങൾ അടങ്ങുന്ന ഒരു സാധാ കുടുംബം. അപ്പോൾ ചെറുപ്പത്തിലെ എൻ്റെ പഠനകാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ ആർക്കും സമയം ഉണ്ടായിരുന്നില്ല. എനിക്ക് വേണമെങ്കിൽ പഠിക്കുക എന്നുള്ളൊരു നയം മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് സക്സസ് ആവണമെങ്കിൽ, എനിക്കെന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ സ്വയം തീരുമാനിച്ച് പഠിക്കുക എന്നുള്ളൊരു രീതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു 8ാം ക്ലാസ് വരെയൊന്നും ഞാൻ വലിയൊരു പഠിത്തമേ ഇല്ല, ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അത്രേ പറയാൻ പറ്റും. ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരുന്നത്. 8ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് എനിക്ക് കുറച്ചൊന്ന് പഠിക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നത്. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങി. ദിവസം രാവിലെ ട്യൂഷന് പോകും. അങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ചിന്ത വന്നു തുടങ്ങിയപ്പോൾ മെല്ലെ മെല്ലെ കാര്യങ്ങൾ മാറാൻ തുടങ്ങി. ഞാൻ പഠിച്ചു തുടങ്ങി. പക്ഷേ എനിക്കങ്ങനെ ഒരു വലിയൊരു മാറ്റങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചൊരു മുന്നോട്ട് വരാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റി. ഒരു 8ാം ക്ലാസ്സിലൊന്നും എനിക്ക് A+ ഉണ്ടായിരുന്നില്ല. 8ാം ക്ലാസ്സിലെ റിസൾട്ട് വന്നപ്പോൾ Bയും Cയും ആ ഒരു ലെവലിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ 9 ആയപ്പോഴേക്ക് ഞാൻ കുറച്ചും കൂടി ഒരു 2-3 A+ എന്നുള്ള ലെവലിലേക്ക് ഞാൻ വളർന്നു. അത് ട്യൂഷനൊക്കെ പോയി അങ്ങനെ ഒരു പ്രിപ്പറേഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടായിരുന്നത്. SLC എത്തിയപ്പോൾ കുറച്ചും കൂടി ബെറ്ററായി. അതായത് ഒരു 6 A+ എന്നുള്ള ലെവലിലേക്ക് ഞാൻ മാറി. പക്ഷെ വേറൊരു കോമഡി ഉണ്ടായി. എൻ്റെ ക്ലാസ്സിലെ 15 പേർക്ക് ഫുൾ A+. എൻ്റെ സ്കൂളിൽ ഓൾമോസ്റ്റ് ആ സമയത്ത് 100 പേർക്ക് ഫുൾ A+ ഉണ്ടായിരുന്നു. ഇത് 2010 കഥ കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയത് 6 A+. കാരണം ഞാൻ പഠിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ ഒരുപാട് ശ്രമിച്ചു. അതിന് വേണ്ടിയിട്ട് പരിശ്രമിച്ചു, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ റിസൾട്ട് വന്നു കഴിഞ്ഞ് ഞാനപ്പോൾ ഈ A+ കിട്ടിയ കുട്ടികളോടൊക്കെ ട്രീറ്റ് ചോദിച്ച്, അപ്പോൾ ഞാൻ ഈ ട്രീറ്റ് ചോദിച്ച കാര്യം ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി പറഞ്ഞു എനിക്ക് എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഫുൾ A+ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ട്രീറ്റ് ചോദിച്ചിട്ടുണ്ട്, എനിക്ക് ട്രീറ്റ് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞത്, നിന്നെക്കൊണ്ട് ഇതേ പറ്റത്തുള്ളൂ, ട്രീറ്റ് വാങ്ങാനും തിന്നാനും മാത്രമേ നിനക്ക് പറ്റത്തുള്ളൂ. ഞാനതവിടെ വിട്ടു. ഞാനത് പിന്നെ മനസ്സിൽ കൊണ്ട് നടന്നൊന്നുമില്ല. അത് ആസ് യൂഷ്വൽ അങ്ങ് പോയി. പ്ലസ് 1ലേക്കുള്ള അലോട്ട്മെൻറ്റ് വന്നു. അപ്പോൾ എനിക്ക് ഫസ്റ്റ് സയൻസിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതും സയൻസിനായിരുന്നു. പെട്ടെന്ന് വീട്ടിൽ നിന്ന് പറഞ്ഞു, നിന്നെ പഠിപ്പിക്കാൻ കാശൊന്നുമില്ല, നീ കൊമേഴ്സ് എടുത്തോ. കൊമേഴ്സ് എടുത്താൽ വല്ല ഡിഗ്രിയോ പഠിച്ച് അങ്ങനെ അങ്ങ് പൊക്കോളെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ കൊമേഴ്സ് എടുത്തു അവസാനം. അവിടെയാണ് ലൈഫിൻ്റെ ഫസ്റ്റ് ടേണിംഗ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അതിൻ്റെ ഇടയിൽ എവിടെയോ എൻ്റെ മനസ്സിലൊരു ആഗ്രഹം കയറി, ഒരു ശക്തമായൊരാഗ്രഹം. ആ ആഗ്രഹം എന്താണെന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ടൊരാഗ്രഹം കയറി. ആ ആഗ്രഹം അച്ചീവ് ചെയ്യണമെങ്കിൽ എനിക്ക് പഠനത്തിൽ നല്ലോണം മികവ് കാണിക്കണം. കാരണം നല്ലോണം പഠിച്ച് നല്ലൊരു ജോലി നേടിയാൽ മാത്രം സക്സസ് ആവുന്ന ലെവലിലുള്ള ഒരു ഡ്രീമായിരുന്നത്. അപ്പോൾ എനിക്കെന്തായി, എനിക്ക് പഠിച്ചാലേ നടക്കുകയുള്ളൂ എന്നുള്ളൊരു തോന്നൽ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ ഇത്രയും SLC വരെ കുറച്ച് 8 തൊട്ട് SLC വരെ ഞാൻ കുറച്ച് ബെറ്റർ ആയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ്. പക്ഷേ ഈ ഒരു സ്റ്റേജിൽ ഞാൻ ഹാർഡ് വർക്ക് അല്ല ചെയ്തത്, ഞാനൊരു സ്മാർട്ട് വർക്ക് ചെയ്തത്. എൻ്റെ ആ ഒരു വലിയ സ്വപ്നം എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറക്കം കെടുത്തുന്ന രീതിയിലുള്ളൊരു സ്വപ്നമായിരുന്നു. ഞാനത് നേടുവാനായിട്ട് പഠിച്ചേ പറ്റത്തുള്ളൂ, ആ ഒരു സ്ഥിതിയായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, പഠിക്കണം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ വന്നു. അതായത് പഠിച്ച് പാസ്സാവണം, അല്ലേ ഏറ്റവും നല്ല മാർക്ക് വാങ്ങണം, അതിലൂടെ ഹയർ സ്റ്റഡീസ് ചെയ്യണം, അതിലും നല്ല രീതിയിൽ അവിടുന്ന് പുറത്ത് വരണം എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. അടുത്തത് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, സ്കൂളിൻ്റെ ഈ അവാർഡ് ദാന പരിപാടി ഉണ്ടാവുമല്ലോ, ഈ ക്യാഷ് അവാർഡുകൾ കൊടുക്കുന്ന പരിപാടി ഉണ്ടാവുമല്ലോ,
എല്ലാ കുട്ടികൾക്കും, മീൻസ് ഫുൾ A+ കിട്ടുന്ന കുട്ടികൾക്ക്. ഞാൻ ആ ഒരു ഇമേജ്, അതായത് ഞാൻ ആ സ്കൂളിൽ ഫുൾ A+ വാങ്ങി ആ സ്റ്റേജിൽ കയറി ക്യാഷ് അവാർഡ് വാങ്ങുന്ന ഒരു സ്വപ്നം ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടു. അപ്പോൾ ഞാൻ ഈ ആഗ്രഹം എൻ്റെ എല്ലാ നോട്ട്ബുക്കിൻ്റെ മേലത്തെ, അതായത് പേജിൻ്റെ ഏറ്റവും മേലെ ഞാൻ എഴുതി വെക്കും. അതായത് ഞാൻ ഫുൾ A+ വാങ്ങും എന്നുള്ള ഒരു സ്വപ്നം ഞാൻ അതിൻ്റെ മേലെ എഴുതി വെച്ചു. എല്ലാ പേജിൻ്റെ, എല്ലാ നോട്ടിൻ്റെയും എല്ലാ പേജിലും അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്നൊരു സ്ഥലത്ത് ഞാനത് എഴുതി വെക്കും. എൻ്റേതായൊരു ഭാഷ, അത് എൻ്റേതായൊരു ലിപി ഞാൻ അതിനു വേണ്ടി ഞാൻ ജനറേറ്റ് ചെയ്തു. കാരണം മറ്റുള്ളവർക്ക് മനസ്സിലാവണ്ട, മറ്റുള്ളവർ ചിലപ്പോൾ കളിയാക്കും, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എൻ്റേതായൊരു ലിപിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ഞാനത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനിത് കൂടാതെ ഇത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ട് ഈ അവാർഡ് വാങ്ങുന്നതും അതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി. ഡെയിലി വിഷ്വലൈസ് ചെയ്യും. ഡെയിലി മീൻസ് ഡെയിലി എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ഇതാണ് വിഷ്വലൈസ് ചെയ്യുന്നത്. ഞാനതിപ്പോൾ ആ ഒരു സ്റ്റേജിലാണ്, ഞാനത് അച്ചീവ് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് ജനറേറ്റ് ചെയ്യാൻ തുടങ്ങി. ശരിക്കും ഞാനൊരു 5 വർഷം മുന്നേക്കാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവമൊക്കെ കേട്ട് തുടങ്ങിയത്. 2010 കാലഘട്ടങ്ങളിൽ സ്മാർട്ട് ഫോൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ മാനിഫെസ്റ്റേഷൻ്റെ സംഭവങ്ങളൊന്നും ആ കാലത്ത് അറിയായിരുന്നില്ല. പക്ഷേ ആ ഒരു കാലത്തിൽ ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഞാനിത് ഫുൾ A+ വാങ്ങി അവാർഡ് വാങ്ങി നിൽക്കുന്ന ആ ഒരു സീന്, ആ ഒരു ഇത് ഇപ്പോൾ കുട്ടികൾ കൈയടിക്കുന്നതും മാഷന്മാരും അതേപോലെ എൻ്റെ ഫ്രണ്ട്സും വീട്ടുകാരും എല്ലാം ബന്ധുക്കളും എല്ലാം കൈയടിക്കുന്നതും അവർ വന്ന് നോക്കുന്നതും അതൊക്കെ ഒരു എന്താ പറയേണ്ട ഒരു ഫുള്ളി ഒരു വിഷ്വലി ഞാനത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി എല്ലാ ദിവസവും കണ്ടിന്യൂസ് ആയിട്ട്. ഇപ്പം എൻ്റെ മെയിൻ ഡ്രീം വേറെയാണ്. അപ്പോൾ അതിലേക്കുള്ള ഒരു ഇതാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് ഇത് നേടിയാൽ മാത്രമേ അത് നേടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ഒരു ഡ്രീമായി എൻ്റെ ഫസ്റ്റ് ഡ്രീം, അതായത് +2 ഫുൾ A+ വാങ്ങും. 2 വർഷം കഴിഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ +2ൻ്റെ റിസൾട്ട് വന്നു. എനിക്ക് കിട്ടിയ മാർക്ക് +2ന് 96% മാർക്ക്. 100ൽ 96% മാർക്ക് എനിക്കുണ്ടായിരുന്നു. ആ സ്കൂളിൽ 3 പേർക്ക് ആ വർഷം ഫുൾ A+ കിട്ടിയിട്ടുള്ളൂ. അത് കൊമേഴ്സിൽ ഞാൻ മാത്രം, വേറെ 2 പേര് സയൻസിലായിരുന്നു. SSLCക്ക് 90 പേരുണ്ടായിരുന്ന ഫുൾ A+ +2 ലെവലിലേക്ക് വെറും 3 പേരിലേക്കേ ഉള്ളൂ. അപ്പോൾ 90 പേരിൽ ഒരാളാവുന്നതിൽ എത്രയോ വലുതായിരുന്നു ആ 3 പേരിൽ ഒരാളാവുന്നത്. അതെൻ്റെ ലൈഫിലെ എന്താ പറയണ്ടേ ഏറ്റവും വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ്. ഇന്നും ഞാൻ ആ കയ്യടികൾ, ആ അവാർഡ് ക്യാഷ് അവാർഡ് വാങ്ങുമ്പോഴുള്ള കയ്യടികൾ എൻ്റെ ചെവിയിലുണ്ട്. അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, അതായത് എൻ്റെ പഠനം, ഞാൻ പറഞ്ഞു ഞാൻ സ്മാർട്ട് വർക്ക് ചെയ്തിട്ടാണ് ഇങ്ങനെ ഈ മാർക്ക് വാങ്ങിയത് അല്ലെങ്കിൽ ഈ ഒരു അച്ചീവ്മെൻറ്റ് നടത്തിയത് എന്ന് ഞാൻ പറഞ്ഞു. എന്തായിരുന്നു ആ സ്മാർട്ട് വർക്ക് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറഞ്ഞാൽ. അപ്പോൾ +2 കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, നേരെ വലിയ ചിലവൊന്നുമില്ലാതെ പഠിക്കാൻ പറ്റിയ ഒരു പ്രൊഫഷണൽ കോഴ്സ് അന്വേഷിച്ചു. നോക്കുമ്പോൾ CA ഉണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് CA പഠിക്കാൻ വലിയ ചിലവൊന്നും ഉണ്ടായിരുന്നില്ല. തുച്ഛമായ ചിലവിൽ പഠിക്കാൻ പറ്റിയിരുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സ് ആ സമയത്ത് CA ആയിരുന്നു. പക്ഷേ CA എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വൺ ഓഫ് ദ ടഫസ്റ്റ് കോഴ്സാണ്, പ്രൊഫഷണൽ കോഴ്സാണ്. അതൊരു സിവിൽ സർവീസൊക്കെ കഴിഞ്ഞാൽ ഒരു 2ാം സ്ഥാനത്ത് ഉള്ളൊരു ലെവലിലുള്ള കോഴ്സാണ്. അതായത് ടഫ്നെസ്സിൻ്റെ കാര്യത്തിൽ, അതേപോലെ പാസ് പേഴ്സിൻ്റെ കാര്യത്തിൽ 100 പേരിൽ ചിലപ്പോൾ 3-4% ഒക്കെ ആയിരുന്നു ആ സമയത്തൊക്കെ ഉള്ളൊരു പാസ് പേഴ്സൻ്റ്. അത്രയും 100 പേര് എക്സാം എഴുതിയാൽ 3-4 പേരെ പാസ്സാകത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഡ്രീം അച്ചീവ് ചെയ്യാൻ എനിക്കൊരു പ്രൊഫഷണൽ കോഴ്സ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലി ഞാനൊരു സക്സസ് ആയിരിക്കും. അപ്പോൾ ഞാനത് ആ ഡ്രീം, ഞാൻ എന്ത് ചെയ്തു, CAക്ക് ജോയിൻ ചെയ്തു. CAയുടെ എക്സാം ഫസ്റ്റ് 3 ലെവലാണ് CAക്കുള്ളത്: CPT, IPCC, ഫൈനൽ. അപ്പോൾ CPT പറഞ്ഞാൽ എൻട്രൻസ്. CAയുടെ എൻട്രൻസ് ഞാൻ ഒരു എഫേർട്ടും ഇല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. വേറെ ഞാൻ വീട്ടിൽ വന്ന് പഠിക്കുകയോ അല്ലെ കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു എഫേർട്ടും ഇല്ലാതെ 70% മാർക്കിൽ ഞാൻ ക്ലിയർ ചെയ്തു. CAയുടെ ഇൻ്റർ IPCC എന്ന് പറയുന്ന എക്സാമും ഞാൻ ഇതുപോലെ വലിയ എഫേർട്ട് ഇല്ലാതെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പക്ഷെ വീട്ടിൽ വന്ന് പഠിക്കുക എന്നുള്ളത് വളരെ വിരളമായ കാര്യമായിരുന്നു. അല്ലെ ഹോസ്റ്റലിൽ വന്ന് പഠിക്കുക എന്ന് പറയുന്നത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം എനിക്കങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു
ടൈപ്പ് IQ അല്ല എൻ്റെത്. അപ്പോൾ ഞാൻ CAയുടെ ഇൻ്റർ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്തു. വലിയ ബുജികളും പഠിപ്പിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ ബാച്ചിൽ, എൻ്റെ ഇതിലൊക്കെ. പക്ഷേ അവർക്ക് ആർക്കും പറ്റാത്തൊരു കാര്യം, അവരുടെ ഇൻ്ററിൽ 2 ഗ്രൂപ്പും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ട്. അതിലാണെങ്കിൽ ഒരു സബ്ജക്റ്റ് ഞാൻ ക്ലാസ് പോലും അറ്റൻഡ് ചെയ്തിട്ടില്ല, പക്ഷേ എന്നാലും ഞാൻ പാസ്സായി. അത് കഴിഞ്ഞ് ഞാൻ 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പിന് പോയി. ആ 3 വർഷം ആർട്ടിക്കിൾഷിപ്പിൻ്റെ ഇടയിലാണ് എനിക്ക് എൻ്റെ വലിയ സ്വപ്നം ഉണ്ടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞ +2 തൊട്ടുണ്ടായിരുന്ന ഒരു സ്വപ്നം, ആ ഒരു സ്വപ്നം നടക്കൂല എന്നുള്ളൊരു സ്റ്റേജ് വന്നത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഇതായി, ഞാൻ ഭയങ്കര ഡിസ്ട്രാക്റ്റഡ്, അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റാതായി. അതുവരെ ഞാനിപ്പോൾ CPT ആയാലും അല്ലെ ഇൻ്റർ ആയാലും ഞാൻ അതുവരെ എത്തിയത് ഈ മാനിഫെസ്റ്റേഷൻ, അതായത് ഓരോ സ്റ്റേജിലും ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ എൻട്രൻസ് എഴുതുന്ന സമയമാണെങ്കിൽ ഞാൻ I think 2012 ഡിസംബറിലാണ് CPT പാസ്സായത്. 2012 മാർച്ചിൽ ഞാൻ +2 കഴിഞ്ഞു. 6 മാസം കഴിഞ്ഞിട്ട് CAയുടെ എൻട്രൻസ് എക്സാം ഞാൻ പാസ് ചെയ്തു. CPTയുടെ സമയത്ത് ഞാനിത് മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, 2012 ഡിസംബർ 12 എക്സാം ഞാൻ പാസ്സാവും, ഞാൻ എഴുതി വെക്കുമായിരുന്നു എല്ലാ പേപ്പറും. അത് കഴിഞ്ഞ് IPCCക്ക് പോയപ്പോൾ ഞാനിത് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എല്ലാ പേപ്പറിലും, I will pass CA IPCC in November 2013. അതും ഞാൻ പാസ്സായി. വലിയ ഹാർഡ് വർക്ക് ഇല്ലാതെ, വീട്ടിൽ വന്നിരുന്ന് കുത്തിയിരുന്ന് പഠിക്കാതെ, ഫുൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ ഞാനിത് പാസ്സായി. നിങ്ങൾ ചിലപ്പോൾ പറയും ചിലപ്പോൾ ഭാഗ്യം കൊണ്ടായിരിക്കാം. ഭാഗ്യം ഉണ്ടാവാം, കാരണം ഭാഗ്യമില്ലാണ്ട് എത്തത്തില്ല. പക്ഷേ അതിലുപരി ഞാനത് ഓൾറെഡി നേടിക്കഴിഞ്ഞു എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കൂടെ വേറൊരു സിമ്പിളായിട്ടുള്ള ഒരു സ്മാർട്ടസ്റ്റ് വേ, ചെറിയൊരു കാര്യം കൂടി ഞാൻ എക്സ്ട്രാ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് എന്നെ ഒരു 90% രക്ഷിച്ചത് എന്ന് ഞാൻ പറയും. കാരണം CA പോലത്തെ ഒരു എക്സാമിൻ്റെ ടഫ്നെസ് ഓൾമോസ്റ്റ് അധികം ആൾക്കാർക്കും അറിയാം. ആ ഒരു എക്സാം വലിയൊരു ഹാർഡ് വർക്ക് ഇല്ലാതെ ആൾക്കാർ വർഷങ്ങളോളം പഠിച്ചിട്ട് ക്ലിയർ ചെയ്യുന്ന എക്സാമാണ്. ആ ഒരു എക്സാം വലിയൊരു എഫേർട്ട് ഇല്ലാതെ ഞാൻ നേടിയിട്ടുണ്ടെങ്കിൽ, വലിയെന്ന് പറഞ്ഞാൽ 0 എഫേർട്ട്, മറ്റുള്ള ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഒരു 10% പോലും എഫേർട്ട് ഞാൻ അതിനു വേണ്ടി ഇട്ടിട്ടുണ്ടോ എന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷേ ഞാൻ ക്ലിയറായി. ഇപ്പം ഞാൻ പറഞ്ഞു, ഈ ആർട്ടിക്കിൾഷിപ്പ് സമയത്ത്, അതായത് 3 വർഷത്തെ ആർട്ടിക്കിൾഷിപ്പ് സമയത്താണ് എനിക്ക് എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഡ്രീം എനിക്ക് നഷ്ടപ്പെട്ടു പോയത്. ആ ഒരു ഡ്രീം ഇതായപ്പോൾ ഞാൻ കുറച്ച് ഡിസ്ട്രാക്റ്റഡായി, എനിക്ക് പിന്നെ ഒന്നും പഠിക്കാൻ പറ്റാത്ത സിറ്റുവേഷനായി. പിന്നെ ഞാൻ ഫൈനൽ എഴുതി. അപ്പോൾ എനിക്ക് ആ ഒരു ഇത് കിട്ടുന്നില്ല, എന്താ പറയുക, അതുവരെ ഞാൻ ആ ഒരു മൊമെൻറ്റിൽ പോയിരുന്ന, ആ ഒരു വിന്നിങ് മൊമെൻറ്റത്തിൽ പോയിരുന്നതാണ്. ആ ഒരു സമയത്ത് എനിക്കത് പിന്നെ അങ്ങോട്ടത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതുകൂടാതെ ഇതിനിടയിൽ ഞാൻ ഡിഗ്രിയും കൂടി എഴുതിയെടുത്തു കേട്ടോ, ഡിസ്റ്റൻസായിട്ട്. അതും ഒന്നും പ്രിപ്പയർ ആവാതെ, ഒന്നും പഠിക്കാതെ, എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയ ബുക്സ് പോലെ ഞാൻ തുറന്നു നോക്കില്ല, ആ ബണ്ടിൽ പൊട്ടിക്കാതെ ഉണ്ടായിരുന്നു. അത് CA ഒക്കെ പഠിച്ചതിൻ്റെ അറിവിൽ ഞാനത് പോയി എഴുതി. ആ എക്സാംസ് ഞാൻ ക്ലിയർ ചെയ്തു, ഡിഗ്രി ഡിസ്റ്റൻസായിട്ട് ക്ലിയർ ചെയ്തു. പിന്നെ ഞാൻ പോയത് ഈ പറഞ്ഞ പോലെ CA ഫൈനലിൽ പക്ഷേ എനിക്ക് പറ്റിയില്ല. 3-4 അറ്റംപ്റ്റ് ഞാൻ എഴുതി. ചില അറ്റംപ്റ്റിൽ ഓരോ പേപ്പർ പാസ്സാവും, ചിലതിന് എക്സെപ്ഷൻസ് കിട്ടും, അപ്പോൾ ചിലത് തോക്കും. അങ്ങനെ ഒരു അടുത്തെത്തിയായിരുന്നു, പക്ഷേ വിൻ ചെയ്യാൻ പറ്റിയില്ല. കാരണം എൻ്റെ ഉള്ളിലെ തീ കട്ടായിരുന്നു, എൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ ഞാൻ നിർത്തിയായിരുന്നു, ആ ഒരു ലെവലിൽ ആയായിരുന്നു. അതെൻ്റെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ ഒരു ടേണിംഗ് പോയിൻ്റ് തന്നെയായിരുന്നു. അപ്പോൾ 3-4 അറ്റംപ്റ്റിന് ശേഷം ഞാൻ CA ക്വിറ്റ് ചെയ്യുന്ന ഒരു ലെവലിലേക്ക്. വീട്ടിലെ സാഹചര്യങ്ങൾ മോശമായിരുന്നു. അപ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിലെ ആണും ചിന്തിക്കുന്ന പോലെ നേരെ ഞാനും എടുത്തു ഒരു വിസയും ടിക്കറ്റും നേരെ പ്രവാസ ലോകത്തിലേക്ക് വന്നു. അതോടെ CA ഞാൻ ക്വിറ്റ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തി. ഇപ്പോൾ CA ഫൈനലിൽ ഞാൻ കുറച്ച് പേപ്പേഴ്സ് പാസ്സായതുകൊണ്ട് എനിക്ക് ACCAയിലും കൂടി ഇത് കിട്ടി, എൻറോൾമെൻറ്റ് കിട്ടി. അപ്പോൾ ഓൾമോസ്റ്റ് 9 പേപ്പേഴ്സ് എക്സെപ്ഷൻ കിട്ടിയായിരുന്നു. കാരണം ഫൈനലിൽ എനിക്ക് ഒരുപാട് പേപ്പേഴ്സ് ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു ഇൻഡിവിജ്വലി. എക്സാം എല്ലാ ലെവലിലും പാസ്സായിട്ടില്ലെങ്കിൽ എനിക്ക് ഇൻഡിവിജ്വലി പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ACCയും ഫൈനലിലാണ്, CAയും ഫൈനലിലാണ്, രണ്ടും അവിടെ വെച്ച് ഞാൻ ഓൾമോസ്റ്റ് ക്വിറ്റ് ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷനായി.
അപ്പം ഞാൻ എന്താ പറയണ്ടേ, ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്ന ഞാൻ എങ്ങനെ ഇത്രയും ടഫസ്റ്റ് എക്സാംസ് ഒക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന ലെവലിലേക്ക് എത്തിയെന്ന് ചോദിച്ചാൽ, ഒന്ന് ഞാൻ പറഞ്ഞു മാനിഫെസ്റ്റേഷനാണ്. സെക്കൻഡ് കാര്യം എന്താണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറയാം. ഞാൻ +1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു ഹാബിറ്റ് എന്താ വെച്ചാൽ, അത് എപ്പോഴും എന്തോ ഒരു ഇൻഡ്യൂഷൻ്റെ പുറത്ത് ഞാൻ ചെയ്തതാണ്. അത് നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു ജയിക്കണം എന്നുള്ളൊരു ഇതുണ്ടാകുമ്പോൾ നമ്മൾ അതിനുള്ള വഴികളും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിലേക്ക് വരും, നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് ഒരു ഇൻഡ്യൂഷൻ തോന്നി, ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അപ്പം തന്നെ പഠിക്കുക. കാരണം എനിക്ക് വീട്ടിൽ പോയി പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് മോശമായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ പോയി പഠിക്കുക എന്ന് പറഞ്ഞത് പോസിബിളായ കാര്യമായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പണ്ടൊരു ന്യൂസ് പ്രിൻ്റ് പേപ്പർ കിട്ടും, ഇപ്പോഴുണ്ടോ എനിക്കറിയില്ല. ആ ന്യൂസ് പ്രിൻ്റ് പേപ്പർ 4 മടക്കും. നീളത്തിലുള്ള പേപ്പറാണ്, അപ്പോൾ അത് 4 ഫോൾഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഓരോ കോളം വരക്കും, അതായത് 4 കോളം ഉണ്ടാവും അതിന്. എന്നിട്ട് ടീച്ചർ ക്ലാസ്സിൽ എന്ത് ടോപ്പിക്കാണ് എടുക്കുന്നത്, അപ്പോൾ ആ ടോപ്പിക്കിൽ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത്, അതായത് ഈ ഓരോ കള്ളിയിലും ചെറുതായിട്ട് വളരെ ഒരു ഉറുമ്പിൻ്റെ വലിപ്പത്തോളം ഉള്ള ലെറ്റേഴ്സിൽ ഷോർട്ടായിട്ട്, നമ്മളിപ്പോൾ മെസ്സേജ് അയക്കുന്ന വേർഡിങ്സ് ഇല്ലേ, മെസ്സേജ് വേർഡ്സ്, അതായത് ഷോർട്ടായിട്ടുള്ള വേർഡ്സ്, ആ ഒരു ലെവലിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ക്ലാസ് എടുക്കുമ്പോൾ തന്നെ എഴുതി വെക്കും, എൻ്റേതായ ലാംഗ്വേജിൽ. അപ്പോൾ എനിക്കെന്ത് കിട്ടും, കൺസെപ്ച്വൽ ക്ലാരിറ്റി കിട്ടും. കാരണം ഇപ്പോൾ ഒരു പോർഷൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് അതിലൂടെ ഒന്ന് കണ്ണ് ഓടിച്ചാൽ എനിക്കത് എൻ്റെ മനസ്സിലേക്ക് കയറും, എന്താണ് പഠിപ്പിച്ചത്. അപ്പോൾ അത് വേണമെങ്കിൽ 1-2 പ്രാവശ്യം നോക്കിക്കഴിഞ്ഞാൽ, അത് ചിലപ്പോൾ എഴുതുന്നതിൻ്റെ ഇടയിൽ തന്നെ നമ്മൾ 2-3 പ്രാവശ്യം അത് നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി മനസ്സിലേക്ക് ഫീഡാവും. അപ്പോൾ ആ ദിവസങ്ങളിൽ എല്ലാ സബ്ജക്റ്റിനും എനിക്ക് ആ ഒരു ബണ്ടിൽ ഓഫ് പേപ്പേഴ്സ് എൻ്റെ കയ്യിലുണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാനെല്ലാം ക്ലാസ് തന്നെ പഠിച്ചു. വീട്ടിൽ പോയിട്ട് ബുക്ക് തുറക്കുന്ന പരിപാടിയില്ല, എക്സാമിന് വേണ്ടിയിട്ട് എക്സാമിൻ്റെ തലേന്ന് പഠിക്കുന്ന പരിപാടി ലിറ്ററലി ഇല്ല എന്ന് തന്നെ പറയാം. ഞാൻ ചെയ്തത് ഒരേ ഒരു കാര്യമാണ്, ക്ലാസ്സിലിരുന്ന് ആ സമയത്ത് ക്ലാസ് എടുക്കുമ്പോൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് അത് അവിടെ തന്നെ പഠിക്കുക. സോ ഞാനിത് +1 ചെയ്തു. +1 ചെയ്ത് ആ +1 തുടങ്ങി ആ ഒരു ഫസ്റ്റ് എക്സാം ഉണ്ടല്ലോ, അരക്കൊല്ല പരീക്ഷ എന്ന് പറയും, ആ സമയത്താണ് ഇതിൻ്റെ എഫക്റ്റ് എനിക്ക് മനസ്സിലായത്. എന്നെപ്പോലും ഞെട്ടിച്ച് ഞാൻ എല്ലാ വിഷയത്തിലും 90% മേലെ മാർക്ക് എനിക്ക് കിട്ടി. അപ്പോൾ പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു, കുറച്ചും കൂടി നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ ഈ ഒരു ടെക്നിക്ക് +1 +2 എനിക്ക് 96% മാർക്ക് മേടിച്ചു തരാൻ വേണ്ടി സഹായിച്ചു, അതായത് ഷോർട്ട് നോട്ട്. സോ ഈ വീഡിയോ കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ, അതായത് പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ, അല്ല അവരുടെ മാതാപിതാക്കളുണ്ടെങ്കിൽ, ഈ ഒരു ടെക്നിക്ക് പരീക്ഷിച്ച് നോക്കാം. കാരണം ഇതൊരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഞാൻ ഒരുപാട് പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി, അവരൊക്കെ ഇതിൽ സക്സസ് ആയിട്ടുമുണ്ട് ഈ ഒരു സിസ്റ്റം ഫോളോ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞ 2 കാര്യങ്ങൾ വേണം, ഒന്ന് മാത്രം പോരാ. ഒന്ന്, ഒരു ഡ്രീം വേണം, നമുക്കത് അച്ചീവ് ചെയ്യണം. അതായത് അത് ഒരു എന്താ പറയണ്ടേ, ഏറ്റവും വലിയൊരു ഡ്രീമായിരിക്കണം. പിന്നെ വേണ്ടുന്നത് ഈ ഒരു ആക്ഷൻ. ഈ 2 കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ ഒരു 90% സക്സസ് ആയി. പിന്നെ വേണ്ടുന്നത് വിഷ്വലൈസേഷൻ, ചിന്തിച്ചുകൊണ്ടിരിക്കുക എല്ലാ ദിവസവും നമ്മൾ ആ ഒരു സ്റ്റേജിലെത്തുന്നതും നമ്മൾ ആ ഒരു സക്സസ്സിലെത്തുന്നതും, അത് ചിന്തിക്കുക, അത് ഫീൽ ചെയ്യുക. ഈ 3 കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഏതൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആയിരിക്കുന്ന ഒരു കുട്ടിക്കും ഏറ്റവും ടോപ്പർ ലെവലിലേക്ക് എത്തിച്ചേരാൻ പറ്റും. CA പാസ്സായില്ലെങ്കിൽ ഞാൻ എൻ്റെ കരിയറിൽ ഞാൻ ഫെയിൽ ആയിട്ടൊന്നുമില്ല. ഞാൻ ഇന്നൊരു കമ്പനിയിൽ നല്ല ഒരു ഫൈനാൻസ് പൊസിഷനിൽ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുണ്ട്, 6 ശമ്പളം ഞാൻ വാങ്ങുന്നുമുണ്ട്. എൻ്റെ വീട്ടുകാരും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സും ഒക്കെ എന്നെ ഫോഴ്സ് ചെയ്യുന്നുണ്ട്, CA കംപ്ലീറ്റ് ചെയ്യും, കാരണം അത് പതുക്കിയിടല്ല, നിന്നെക്കൊണ്ട് പറ്റും എന്നൊക്കെ പറയാൻ. എന്നെക്കൊണ്ട് പറ്റും, എനിക്കറിയാം. പക്ഷേ എനിക്കതിലുള്ള ആ ഒരു എന്താ പറയുക, ആ ഒരു ഫയർ ഇപ്പം കെട്ടടങ്ങി. അത് എനിക്ക് പറ്റുന്നില്ല, മാനസികമായിട്ട് എനിക്കത് തോന്നുന്നില്ല. അതന്നെ അത്രയും എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ആഗ്രഹമായിട്ട് ഇപ്പം CA ഇല്ല. അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല.
പക്ഷേ എനിക്കിന്ന് വേറെ ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളുടെ പുറകെയാണ് ഞാനിപ്പോൾ. ഞാൻ അതിനു വേണ്ടിയിട്ടുള്ള മാനിഫെസ്റ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ആഗ്രഹത്തിലേക്ക് ഞാൻ നടന്നെത്തിയിരിക്കും. കാരണം അത് അത്രയും എൻ്റെ ഉറക്കം കെടുത്തുന്ന ഒരു ആഗ്രഹമാണ്. ഞാനിപ്പോൾ ഒരു 30+ ഏജുള്ള ഒരാളായി. അപ്പോൾ എനിക്കങ്ങോട്ട് ഇനി പഠിച്ച് വേറൊരു ജോലി ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹത്തെക്കാളും കൂടുതൽ, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് ഉണ്ടാക്കാനും പറ്റിയാൽ അതാണ് വലിയൊരു കാര്യമെന്ന് ചിന്തിക്കുന്ന ഒരു ആളാണ് ഞാൻ. അപ്പോൾ ഇനി അങ്ങോട്ട് പഠിച്ചിട്ട് ഒരു ജോലി ചെയ്യുന്നതിലും നല്ലത്, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നതിലും നല്ലത് വേറെ എന്തെങ്കിലും ക്രിയേറ്റീവായിട്ടോ അല്ലെങ്കിൽ മറ്റ് മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാനാണ് ഇപ്പം ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ജേണിയിലാണ്. ഞാനത് മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ള ഹോംവർക്ക്സ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ആ ഒരു ജേണിയിൽ, ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഇതുപോലെയുള്ള നിങ്ങളെ ഉറക്കം കെടുത്തുന്ന സ്വപ്നങ്ങൾ കാണുക, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുക, അത് അച്ചീവ് ചെയ്തതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക്സ് അല്ല സ്മാർട്ട് വർക്ക്സ് ചെയ്യുക. ഹാർഡ് വർക്ക് ഈ കാലത്ത് എത്രത്തോളം ഉണ്ടാവണം എന്ന് എനിക്കറിയത്തില്ല, പക്ഷേ സ്മാർട്ട് വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താമെന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി വഴികൾ തെളിഞ്ഞു വരും. ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇപ്പം പഠിച്ച രീതികളും ഞാൻ ലൈഫിൽ അപ്ലൈ ചെയ്ത ഫോർമുലാസും ചിലപ്പോൾ എനിക്കത് അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നുക. പക്ഷേ മറ്റുള്ളവർക്ക് അതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടാവുമായിരിക്കും, അവരുടെ ഐഡിയാസിൽ വരുന്നുണ്ടാവും, അവർക്കത് ഫോളോ ചെയ്യാം. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഒരു സ്വപ്നം ഉണ്ടാകണം. അതിനുവേണ്ടി കഷ്ടപ്പെടണം, അതിനുവേണ്ടി ശ്രമിക്കണം. ആരെന്ത് പറഞ്ഞാലും വിട്ടുകൊടുക്കാണ്ട് അതിനുവേണ്ടി പോരാടണം. ആൾക്കാർ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങളൊരാൾ മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങളൊരാൾ മാത്രം നിങ്ങളെ വിശ്വസിക്കണം. മറ്റാരും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്കത് കിട്ടും. കാരണം എൻ്റെ ലൈഫാണ് എൻ്റെ എക്സ്പീരിയൻസ്. ഞാൻ മറ്റുള്ളവരുടെ ലൈഫ് നോക്കിയിട്ട് പറയുന്നില്ല. ഞാൻ എൻ്റെ ലൈഫിൻ്റെ സക്സസ് സ്റ്റോറി വെച്ചിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.